ഹായ് ഹലോ എല്ലാവർക്കും പാട്ടും പാചകത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വരിക. ഒത്തിരി ദിവസങ്ങളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആയതുകൊണ്ടാണ്, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബീട്രൂട്ടാണ്. ഞാൻ നന്നായി ചെത്തി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് ഞാൻ മിക്സിയിൽ ജാറിൽ അരച്ചെടുത്തും കൊണ്ട് വരാം. അരച്ച് അത് പിന്നെ നമുക്ക് ഒരു പുതിയ ഒരു ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ചേരുവകൾ എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. വാ കൂട്ടുകാരെ, ഞാൻ അരച്ച ബീട്രൂട്ട് നന്നായിട്ട് അരച്ച് റെഡിയാക്കി നല്ല പേസ്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ദോശമാവിലേക്ക് നമുക്ക് ഒഴിക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി കുട്ടുക നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അത് നമുക്കൊന്ന് തീ കൊടുക്കാം. അപ്പോൾ ഞാനിത് ദോശയുടെ മാവാണ്, പിന്നെ ഇഡ്ഡലിയുടെ മാവാണ്. ദോശയ്ക്ക് ഇഡ്ഡലിക്ക് എല്ലാം കണക്കില്ല, ഇഡ്ഡലിയുടെ മാവാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ ചേർത്തിട്ടുള്ള ചേരുവ വേറെ എന്ന് പറഞ്ഞാൽ ഉഴുന്ന് പച്ചരി കൂടാതെ ശകല ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതിനും അപ്പുറമായിട്ട് ഞാൻ ബീട്രൂട്ട് ഇതിനകത്ത് ഒരു ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ബീട്രൂട്ട് ഇതിലേക്ക് അരച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി വടി അരച്ച് ഇതിലേക്ക് കലക്കി റെഡിയാക്കി സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു കളർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ, ബീട്രൂട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ചിലർക്കെല്ലാം കളർ ഇഷ്ടമാണ്, പക്ഷേ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴിത് ഞങ്ങൾ ഇഡ്ഡലി ആയാലും ദോശയായാലും നന്നാക്കി ഞങ്ങൾ ഉണ്ടാക്കി ഇത് കൊടുക്കുമ്പോൾ ഈ കളറും ഇതെല്ലാം കൂടെ അവർ സെറ്റായിട്ട് അതിൻ്റെ ചമ്മന്തിയായിട്ട് കഴിക്കും. ചമ്മന്തിയോ സാമ്പാറോ എന്താണ് ചട്നിയോ എന്താണെന്ന് വെച്ചാൽ അത് അനുസരിച്ച് അവർ കഴിക്കും. അപ്പോൾ ഇത് വൈറ്റമിൻ സാധനമാണ്. ഇത് നമ്മുടെ കുട്ടിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് അവർക്ക് വയറ്റിലേക്ക് ഇത് കടത്തി വിടാൻ വേണ്ടി ഞങ്ങൾ ഏതമ്മമാരും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാ അമ്മമാർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. കുട്ടികളെ നന്നായിട്ട് സംരക്ഷിക്കാനും അവർക്ക് നല്ല ഫുഡ് കൊടുക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഞാൻ തട്ട് അതിലേക്ക് വയ്ക്കുകയാണ്. നമുക്കതിലേക്ക് മാവ് കോരി ഒഴിക്കാം. നന്നായി അടിയുന്നേ കലക്കി കൊടുക്കണം. കൊച്ചുമക്കൾക്ക് അവരെല്ലാം പറ്റിക്കാനുള്ള വഴിയാണിത്. അല്ലാതെ അവർ ഫുഡ് കഴിക്കത്തില്ല. ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് ജ്യൂസിലൂടെ ഇഡ്ഡലിയുടെ കൂടെ ദോശ അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളിതെല്ലാം ചെയ്ത് കൊടുക്കുക. മാവ് തട്ടിൽ നന്നായിട്ട് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി ഇറുക്കി അടയ്ക്കാം. നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇങ്ങനെ ആവിയിലിരുന്ന് നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഡ്ഡലി വേകാറായി. അപ്പോഴത്തേക്ക് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് മതി. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ച് ഇത് അതിൽ ചേർക്കുന്നതല്ല, പൊട്ടിച്ച് അത് നമ്മൾ അരയ്ക്കുന്നതിൽ കൂടി നന്നായി അരച്ചെടുക്കാനാണ്. കടുക് നന്നായി പടപടപടാ പൊട്ടുന്നുണ്ട്. നമുക്കതിലേക്ക് ഞാൻ ഒരു തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവ് ചേർക്കാം. അത് മതി. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കണം.
മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ 4-ൽ 1 എണ്ണയും ഞാൻ എടുത്തിട്ടുള്ളു. പിന്നെ 3-4 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടി വരണം. നല്ല വലിപ്പത്തിലുള്ള ഒരു തക്കാളിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയതാണ്. നന്നായൊന്ന് അതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി നന്നായൊന്ന് വഴഞ്ഞ് വരണം. നന്നായിട്ട് അതിൻ്റെ പച്ച മണമെല്ലാം ഉള്ളിയുടേതും തക്കാളിയുടേതും മാറിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കാനില്ല. എണ്ണ ഒഴിച്ച് ശകല എണ്ണ ഒഴിച്ച് അത് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇടുക. ഇട്ട് അതിനെ മൂപ്പിച്ച് മാറ്റുക, വറുത്ത് കോരി മാറ്റുക. അതിനുശേഷം ഉള്ളി ഇടുക. ഇട്ട് അതിനെ ഒന്ന് വാട്ടുക. അതിലേക്ക് തക്കാളിക്ക് ഇവിടെ ഇടുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കും. തക്കാളി ചമ്മന്തി ഞാൻ റെഡിയാക്കിയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള നമുക്ക് ആവശ്യമനുസരിച്ചുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോവരുത്. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. തുറന്ന് നമുക്ക് നോക്കാം. ഓ, എന്താ സൂപ്പർ കളർ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇളക്കാം. ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കിയ ബീട്രൂട്ട് ഇഡ്ഡലി നിങ്ങളെല്ലാം കണ്ടല്ലോ. എങ്ങനെയുണ്ടെന്ന്. എന്താ നല്ല കളറല്ലേ, സെറ്റായിട്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. എല്ലാവരും മക്കൾക്ക് വേണ്ടി, കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. നല്ല മണം. അപ്പോൾ ഇഡ്ഡലിക്ക് ഞാനുണ്ടാക്കിയ തക്കാളി ചമ്മന്തിയാണിത്. നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ തക്കാളി ചമ്മന്തി ഇഡ്ഡലിയുമായിട്ട് ഞാനത് കഴിക്കാൻ പോവുകയാണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഉച്ചയൂണ് സമയമാണ്. അപ്പോൾ ഞാനിത് തക്കാളി ചമ്മന്തി ഇഡ്ഡലിയുമായിട്ട് കഴിച്ച് നോക്കാം. കൂട്ടുകാരെ, എല്ലാവരും വായോ, എല്ലാ മക്കളും വായോ, എല്ലാവരും വായോ, എല്ലാവരും വരിക. നമുക്ക് ഈ ഫുഡ് കഴിക്കാം. ഇഡ്ഡലിയും തക്കാളി ചട്നിയും നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ, പറയാൻ പറ്റുന്നില്ല, നാക്ക് കുഴുന്നു പോന്നു. ഈ ചട്നി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കുക. എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.